ഫോൺ കിട്ടിയോടാ? ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിഷയം? ഒരുപാട് നാളെ ബ്ലോഗ് വെച്ചതായിട്ട്. ഇന്ന് എൻ്റെ അനിയൊരു ഫോൺ മേടിച്ചു, ഐഫോൺ 12 പുതിയ ഇറങ്ങിയത്. അപ്പോൾ അതിന് ഡെലിവറി ചെയ്യുന്നുണ്ട്. അവനത് എടുത്തിട്ട് വരാൻ പോയേക്കാണ്. ഞാനത് അവൻ കാണാണ്ട് അവൻ്റെ വീഡിയോ എടുക്കാം. ഇട്ടോടെ ഏത് ഫോണാണ് നീ മേടിച്ചത്? 12 Pro. എന്ന് ഓർഡർ ചെയ്തോ? 18-ാം തീയതി. പെട്ടെന്ന് ഡെലിവറി ഒന്നുമല്ലേ? അപ്പം നമുക്കിത് പൊട്ടിച്ചിട്ട് ഫോൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ നമുക്ക്. എന്താണ് നീ എന്തൊക്കെ ഓർഡർ ചെയ്തു ഇതിനു വേണ്ടി? ഞാൻ ഒരു കേസ് ഓർഡർ ചെയ്തു, അത്രേ ഉള്ളൂ. കേസും പിന്നെ വേറെ ആക്സസറീസ് എന്തെങ്കിലും ഓർഡർ ചെയ്തായിരുന്നു? എയർപോർട്ടിൽ എൻ്റെ പഴയതുള്ളതല്ലേ. അപ്പം ഞങ്ങൾ നേരെ പോയി റൂമിൽ കയറിയിട്ട് ഞങ്ങൾ ഫോം പൊട്ടിച്ചിട്ട് ഫോൺ കാണിച്ചു തരാം ഫ്രണ്ട്സ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പം നമുക്ക് വീഡിയോ ഫോൺ കിട്ടി. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉറക്കത്തിന് ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പൊട്ടിക്കുന്നതാട്ടോ. എടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പൊട്ടിച്ചോട്ടെ ഫോൺ? അടിപൊളി പാക്കിംഗ് ആട്ടോ. ഇന്നത്തെ ഏരിയ ഉണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നുണ്ടെന്ന് മര്യാദയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ കത്തിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് പൊട്ടിക്കാണ്. ഇതിനകത്ത് ഇനിയും ഫീലിങ്സ് ആണല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം, കത്തി മാറ്റി വെച്ചേക്കാം. കാണുമ്പോൾ തന്നെ അടിപൊളിയാവും ഫ്രണ്ട്സ്. അങ്ങനെ എൻ്റെ അനിയൻ്റെ പുതിയൊരു ഐഫോൺ 12 Pro ആണ്. അൺബോക്സിങ് ഞാൻ തന്നെ ചെയ്തേക്കാം. പൊളി പൊളി പൊറട്ടെ പൊളിച്ച് ഇത് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഈ തവണ ഹെഡ്സെറ്റും ഇല്ല, ബ്രിക്കും ഇല്ല, ചാർജിങ് ബ്രിക്ക്. ഫോണിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. സാധാരണ ഐഫോണിൻ്റെ ഉള്ളിൽ വരുന്നത് അതിൻ്റെ ചാർജർ, ഒരു ഹെഡ്സെറ്റ്, ഇതൊക്കെ വരും. പക്ഷെ ഈ കൊല്ലം വന്നേക്കുന്ന ഫോണിന് നമുക്ക് എന്തുണ്ട് നോക്കാം. തുറന്നു, നല്ല അടിപൊളി പാക്കിംഗ്. എടുത്തേക്കുന്ന ഫോണിനാണ് ഐഫോൺ 12 Proന്റെ സ്പെസിഫിക് ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. അടിപൊളി കവറിങ് കിട്ടും. സാധാരണ ഐഫോണിൽ ഇങ്ങനെ വരാറില്ല. നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ, നല്ല കളർ. എടാ എനിക്കൊരെണ്ണം മേടിക്കണോ അടുത്ത് തന്നെ? ഐഫോൺ 5ന്റെ 5S ഡിസൈനാ, 4ന്റെ 5S ഇങ്ങനത്തെ ഡിസൈനാണ്. പക്ഷെ അന്നേരം എൻ്റെ കയ്യിൽ ഉണ്ട് ഒരു 5S, അതിപ്പോൾ ഇല്ല. ഞാൻ കൊടുത്തു തോന്നുന്നു ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞ ഐഫോൺ 5S കൊടുത്തു തോന്നുന്നു, പക്ഷെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പൊടി പിടിച്ചിരിക്കുകയാണ്. ഇതാണ് 5S. ഏകദേശം അതേ ഇതുണ്ട്, പക്ഷെ സ്ക്രീനും ഇതും ഒക്കെ ഭയങ്കര വലിയതാട്ടോ ഫോണിൻ്റെ. ഇത് ചെറിയ ഫോൺ, ഐഫോൺ 5S പണ്ടിറങ്ങിയത്. ഇതാണ് ഫസ്റ്റ് നമുക്ക് ഇറങ്ങിയ ഒരു ഫോൺ എന്ന് പറയുന്നത്, ഇച്ചിരി സ്റ്റാൻഡേർഡ്. പിന്നെ ഐഫോൺ 5S എൻ്റെ ഇരിക്കുന്ന ഫോണിനേക്കാളും വ്യത്യാസമുണ്ട്. ആ ഫോണിൽ നിന്ന് ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്താ, 5.8 6.1 ആക്കിയതാ, അത്രേ ഉള്ളൂ അല്ലേ? പൊളി. അപ്പോൾ അതവിടെ ഇരിക്കില്ല. ബിക്കോസ് എൻ്റെ അനിയൻ ഓണാക്കാന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് നോക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ക്യാമറ ഉണ്ടോ? 3 ക്യാമറയുണ്ട്. പൊളിയാട്ടോ ഫോൺ. വന്നിറങ്ങിയതിൻ്റെ ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ചാർജറുണ്ട് കേട്ടോ. ബ്രിക്കും ഇല്ല. ഒരു വ്യത്യാസം ഞാൻ കണ്ടുകൂടാ. നമ്മുടെ സാധാ ചാർജർ മാത്രമല്ല, ഒരു വ്യത്യാസമുണ്ട്. ടൈം സി കുഴപ്പമൊന്നുമില്ല. എയർപോർട്ട് പ്രോന്റെ ഒപ്പം ഉണ്ട് ചാർജർ. പിന്നെ ഇത് അതിന്റെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ താഴത്തേക്ക് വെക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത്രേ ഉള്ളൂ. ആകെ വരുന്നത് ഫോണിനകത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫോൺ വരുന്നുണ്ട് പ്രോപ്പറായിട്ട്, ഒരു ചാർജർ വരുന്നുണ്ട്, ഒരു ലോഗോ വെച്ചൊരു സ്റ്റിക്കറും വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഫോണിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ മേടിച്ച കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ട്. എൻ്റെ അനിയൻ മേടിച്ചതാണ്. അവർ ഗ്ലാസ് പ്രൊട്ടക്ടർ മേടിച്ചു. അവൻ ഫോൺ ഓർഡർ ചെയ്തതിൻ്റെ തലേദിവസം തന്നെ അവനൊരു ഗ്ലാസിൻ്റെ ഓർഡർ ചെയ്തു. എടാ ഇതിനകത്ത് രൂപ? 5 പൗണ്ട്. ഒരു 400 പൗണ്ട് സംതിങ്, 400 രൂപ സംതിങ് നാട്ടിൽ. പിന്നെ മേടിച്ചേക്കുന്ന അവനൊരു കേസ് മേടിച്ചു ഇതാട്ടോ ഫ്രണ്ട്സ്. ഇത് 20 പൗണ്ടിൻ്റെ കേസാണ് മേടിച്ചത്. കുറച്ച് ക്വാളിറ്റി കൂടിയൊരു കേസാണ്, നല്ല പാക്കിംഗ് ആണ്. ഞാനൊന്ന് പൊട്ടിച്ചാലോ എന്നായിരിക്കും. അത് പൊട്ടിക്കാം. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. മേടിച്ചു. അവൻ സെയിം കളർ, അതേ കളർ തന്നെ പാക്കിങ്. ഞാനൊന്ന് ഇട്ട് വെക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഉണ്ടല്ലേ, പെർഫെക്റ്റ് ഫിറ്റിംഗ്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും ഫോൺ. നമ്മൾ കേസിലിട്ട് കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ ഇരിക്കും.
എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മിക്കവാറും ഓർഡർ മേടിക്കുന്നുണ്ടാവും അടുത്ത് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ അനിയൻ മേടിച്ച ഫോൺ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂസും ഡീറ്റെയിൽസും ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് ഡേ.